ഇലക്ഷൻ നടത്തുന്നതിന് കോടതി എതിരല്ല. ഇവർക്ക് പ്രാതിനിധ്യ വോട്ടവകാശം പാടില്ല എന്നായിരുന്നല്ലോ എതിരാളികൾ. അത് തള്ളി പ്രാതിനിധ്യ വോട്ടവകാശ പ്രകാരം നടത്താനും പണ്ട് നിർത്തിവെച്ച ഉണ്ടല്ലോ അവിടുന്ന് നിങ്ങൾ തുണയ്ക്കുമെന്ന് പറഞ്ഞു. അതെ, പക്ഷെ ആ നിർത്തിവെച്ചിരിക്കുന്നതിൽ തുടങ്ങുമ്പോൾ പുതിയ നോമിനേഷൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ. അന്ന് നോമിനേഷൻ സ്വീകരിച്ചിരുന്നു. ആ നോമിനേഷൻ വെച്ച് മുമ്പോട്ട് വയ്ക്കുമെന്ന് നമുക്ക് സന്തോഷം. ആ നോമിനേഷൻ വെച്ചാൽ ഞങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത്. പുതിയ നോമിനേഷൻ ഒന്നുമില്ല. അതേ തർക്കമുണ്ടെന്നുണ്ടെങ്കിൽ റെഡി. പഴയ വോട്ടേഴ്സാണ്, പഴയ നോമിനേഷനാണ്. ആ നോമിനേഷൻ പുതിയ നോമിനേഷൻ കൊടുക്കാനൊരു അവസരം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോവാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നേരത്തെ പബ്ലിഷ് വോട്ടർ ലിസ്റ്റ് അവർക്ക് തർക്കമില്ല. കോടതിയും പറഞ്ഞിരിക്കുന്നതല്ലേ, എവിടെ വെച്ച് നിർത്തിയോ ആ വോട്ടേഴ്സ് ഇട്ടിട്ട് മുമ്പോട്ട് പോകാൻ റെഡി. ഒരു വിരോധമില്ല. ഞാനോ തീർച്ചയായും മത്സരിക്കും. ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്ന് മത്സരിക്കും. അന്തസ്സായിട്ട് ജയിച്ച് നിങ്ങളുടെ മുമ്പിൽ വരും. ഞാൻ ചോണയുണ്ടെങ്കിൽ മത്സരിക്കട്ടെ. അവർ ജനകോടതി വരുന്നില്ലല്ലോ, കോടതിയല്ലേ കയറുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ജനകോടതി വാ. ജനകോടതി വരാൻ എന്താ അവർക്ക് മടി? നിങ്ങളൊന്നാലും വെറുതെ ചെറിയൊരു സാങ്കേതിക തടസ്സമായി ഇപ്പോൾ പറഞ്ഞ് ഉന്നയിച്ചത്. പുതിയ ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കാൻ ഒക്കുന്നില്ല എന്ന ഒറ്റ തർക്കമല്ലേ ഉള്ളൂ. മാറണമെങ്കിൽ മാറിക്കോട്ടെ, അതനുസരിച്ച് വോട്ട് ചെയ്തു. അല്ലല്ല, ഞാൻ ഏതായാലും നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്നെ ടാർഗറ്റ് ചെയ്താണല്ലോ എല്ലാവരും ഇപ്പോൾ ഈ വാള് വീശുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ വരട്ടെ, എന്നെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ. ബാക്കിയുള്ളവർ മാറുക പ്രൊഫഷനകത്ത് മാറ്റപ്പെടുകയൊക്കെ വരട്ടെ. ഞാൻ ഏതായാലും മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തേ ഒക്കാത്തത് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ മുമ്പും എന്തുകൊണ്ട് നിങ്ങളതെന്താ മനസ്സിലാക്കാത്തത്? എതിരാളികൾക്ക് ഈ കേരളത്തിൽ 10 ശാഖ അവരുടെ കൂടെ നിർത്ത്, 5 യൂണിയൻ അവരുടെ കൂടെ നിർത്ത്. ഞങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? കേരളത്തിൽ 35 യൂണിയനെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് വന്നത്. ഇവർക്ക് ഞങ്ങൾ 140 യൂണിയനുണ്ടല്ലോ, 10 യൂണിയനെ കൂടെ നിർത്ത്. സാധിക്കല്ലോ മിസ്റ്ററെ. കാരണം ഇവരെല്ലാം കൊള്ളയും നടത്തി കളിക്കുക. ഞങ്ങൾ ജനോപകാരപ്രദമായ പദ്ധതികളും പരിപാടിയും നടത്തി അവരോടൊപ്പം നടക്കുകയാണ്. അവർക്ക് ആരോപണം പറയണം, അല്ലാതെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എന്നെക്കൊണ്ട് മൈക്രോണ് വരട്ടെ, ഈ വിധി വരുമല്ലേ ഇപ്പം അടുത്ത്. ഇതൊന്നും ഞാനതിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ മാറിത്തരുമെന്ന്. കാരണം എനിക്കറിയില്ലേ ഞാൻ തൊട്ടിട്ടില്ല പണത്തെ. അന്ന് VS കൊടുത്തു, അതുകൊണ്ട് പ്രസക്തി കിട്ടി. ഞാൻ പണത്തെ തൊടുന്നില്ല മിസ്റ്റേ. മാത്രമല്ല കള്ളത്തരം പറയുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ. ഞങ്ങൾ യോഗ ഓഫീസ് ജപ്തി ചെയ്തിട്ടിരിക്കണമെന്ന്. യോഗ ഓഫീസ് ആര് ജപ്തി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തിരക്ക് നോക്ക്. ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കയറാനൊക്കുമോ? ഇങ്ങനെ കല്ല് വെച്ച പച്ചക്കള്ളം ദിവസം പടച്ചിറക്കുക, അത് നിങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുക, നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുക. ഞങ്ങളാരും മിണ്ടാതിരിക്കുക. കാരണം ഈ പറയുന്നതിന് മറുപടി പറഞ്ഞ് അവർ പ്രസക്തരാക്കണത് ഞങ്ങളെന്തിനാ? അല്ല, ഞാൻ അന്നത്തെ നിലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. കാരണം സ്ത്രീ പ്രവേശനം പാടില്ല. അന്ന് വിധി വന്നപ്പോഴേ ഞാനെന്താ പറഞ്ഞത്? നിരാശാജനകമാണ്. ഒരു കാരണവശാലും സ്ത്രീകൾ പോകരുത്, ഒരു സ്ത്രീകളും പോകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിലപാടിൽ ഇപ്പോഴും നിൽക്കുന്നു. അഫിഡവിറ്റ് എന്താണെന്ന് ഞാൻ കണ്ടില്ലല്ലോ. സ്ത്രീ പ്രവേശനത്തിന് സർക്കാർ അനുകൂലിക്കരുത്. അതായത് എന്തോ അഫിഡവിറ്റ് കഴിഞ്ഞ് എനിക്ക് അറിയാൻ പാടില്ല. അതായത് സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഈ പ്രായപൂർത്തിയായ സ്ത്രീകളെല്ലാം അല്ല, സ്ത്രീ പ്രവേശനത്തിന് എല്ലാം നമ്മൾ എതിർക്കുകയല്ല. അത് ഇന്ന് നടക്കുന്നൊരു രീതിയുണ്ടല്ലോ, ആ രീതിയാണ് ജനം ഇഷ്ടപ്പെടുന്നത്. പിന്നെ കോടതി മറിച്ചെന്തുണ്ടായാലും സ്ത്രീ പ്രവേശനം അനുവദിച്ചാലും
അത് ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ നിലപാടിനൊപ്പം യോജിച്ച ഒരാളാണ് തന്ത്രി. തന്ത്രിയായ സ്ത്രീ പ്രവേശം കയറിയപ്പോഴാണ് അന്ന് നടയടച്ചതും ഒക്കെ ചെയ്തത്. എനിക്കറിയില്ല. ഞാൻ ഈ തന്ത്രിനെയും മന്ത്രിനെയും ഒന്നും എനിക്കറിയില്ല. ആ തന്ത്രിയുടെ സ്വഭാവം എനിക്കറിയില്ല. തന്ത്രിയെപ്പറ്റി പലതും സ്വഭാവ ദോഷത്തെപ്പറ്റി നമ്മളിത് പലതും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ തന്ത്രിയൊക്കെ വിട്ട് അവരവിടെ വഴിക്ക് പോട്ടെ. അവരവരുടെ ജീവിത വരുമാനത്തിന് വേണ്ടി പല കാര്യങ്ങളും പലതും ചെയ്യുന്നുണ്ട്. എന്തോ അതൊക്കെ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ തീരുമില്ല. തന്ത്രിയും കാണുകയില്ല, ശബരിമലയും കാണുകയില്ല. ഇതിപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളത് നേരാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടത്ര ഭരണകക്ഷിക്ക് സാധിച്ചിട്ടുമില്ല. അതാണ് നേര്. അതെ, അതിന് അപ്പീൽ പോകാമല്ലോ. ഹൈക്കോടതി പോകാൻ പാടില്ലെന്ന് ഒരു വിധിയെ ശരിയല്ലെന്ന് തോന്നുന്നവർക്ക് അപ്പീൽ പോകാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്. പോകാം. താഴെ കുടിച്ചതിന് എതിരായിട്ട് എത്രയോ വിധികൾ മുകളിൽ വന്നിട്ടുണ്ട്. ഈ വിധി താഴെ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നെങ്കിൽ മുകളിൽ പ്രതികൂലമായി വരാൻ പാടില്ലേ? അത് വരാം. ശബരിമല വിഷയത്തിൽ വിശ്വാസത്തിന്റെ വഴിക്കും രാഷ്ട്രീയത്തിന്റെ വഴിക്ക് വിടണമെന്നാണ് അഭിപ്രായം. അത് നല്ല കാര്യമാണ്. വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ. അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയക്കാർ കടന്നു കയറുന്നത് വിശ്വാസികൾക്ക് ഇഷ്ടമല്ല, സാധാരണക്കാരും ഇഷ്ടപ്പെടുന്നില്ല. വിശ്വാസത്തിന് വഴിക്ക്. പക്ഷേ ഈ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനിടയിലാണല്ലോ ഈ എല്ലാവരും കയറി ഇറങ്ങുന്നത്. ബാക്കിയുള്ള വിശ്വാസത്തിൽ ആരുമില്ല. മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ആരും കയറുന്നുണ്ടോ? ക്രിസ്ത്യാനികളുടെ എന്ത് വിവാദം? മുസ്ലിങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൽ ആരെങ്കിലും ഇടപെടുന്നുണ്ടോ? എവിടെയാണ്? ഞാൻ നോർത്ത് ഇന്ത്യയിലല്ല, ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ അതൊന്നും ഇടപെടാറില്ല. അവിടെ ഹിന്ദുക്കൾ അവരുടെ വഴിക്ക് വിടുക, ക്രിസ്ത്യാനിയുടെ വഴിക്ക് വിടുക, മുസ്ലിങ്ങളെയും അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്ന നിലയിൽ വിടുന്നതല്ലേ നല്ലത്. എന്തോ ഇപ്പം മുൻകൈ എടുത്തിരിക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ നല്ലപോലെ UDF സാധിച്ചിട്ടുണ്ട്. LDF സാധിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഈ അങ്ങേക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ട ചന്ദ്രസേന വക്കീലിന്റെ വീട്ടിലേക്ക് വലിയൊരു പ്രതിഷേധം, ഒരു റീത്തുമൊക്കെ ആയിട്ട് പോയിരുന്നു. അത് പോലീസൊക്കെ എത്തി പിന്നെ തടഞ്ഞൊക്കെ തിരിച്ചു വിട്ടതാണ് ആ പുതിയ വീട് വെച്ച സ്ഥലത്തേക്ക്. അപ്പോൾ നിരന്തരം ഇങ്ങനെ അങ്ങേ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ യോഗത്തിലെ ആളുകൾ തന്നെ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എന്തുമാത്രം തെറിയും തമ്മാടത്തിലും അനാവശ്യവും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഫേസ്ബുക്കിൽ ഒരു മനുഷ്യന് പറയാവുന്നതിൻ്റെയൊക്കെ അപ്പുറം ഞാനൊന്നും പറയാറില്ല. പിന്നെ ആരെങ്കിലും കേട്ടപ്പോൾ ഒന്ന് പോയി കാണുകയല്ലേ ഒന്നും പ്രവർത്തിച്ചില്ല. ബാക്കി വല്ലവരുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വിമർശനത്തെ നമ്മൾ ഭയപ്പെടുന്നില്ല. പക്ഷേ വിമർശനം കുറേ ക്രിയാത്മകമാണ്. ഏതിനും വിമർശിക്കുക, അതാണോ ശരി? മറ്റൊരു കാര്യം, നിങ്ങളുടെ ജില്ലയിൽ നടന്ന സംഭവമാണ് വണ്ടാനം മെഡിക്കൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു വകുപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, ശരിയാണ്. ആരെന്ത് ചെയ്താലും ആ പാവം പിടിച്ച ആരോഗ്യമന്ത്രിയുടെ തലയിൽ കയറുകയാണ്. അവരെന്ത് ചെയ്തപ്പോൾ ഒരു ഡോക്ടറോ നേഴ്സോ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ആരോഗ്യമന്ത്രിയുടെ തലയിൽ കയറുക. അവർ കഴിവുള്ള മിടുക്കിയായ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയായി പോയതുകൊണ്ട് അവരുടെ തലയിൽ എല്ലാവരും ഇങ്ങനെ തലയിൽ കയറുന്നു. എല്ലാവർക്കും തലയിട്ട് അണ്ടിയിട്ട് തല്ലാമെന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കില്ലേ? ആശുപത്രിയിൽ ഒരുപാട് സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദി മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ വെച്ച് അവരുടെ സ്വഭാവ ഹത്യ നടത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല. അതിൻ്റെ കുറ്റക്കാരായി അവരെ കണ്ടുപിടിച്ച് അതിൻ്റെ വേരെവിടെ നിന്ന് കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കുക. അതല്ലേ ന്യായം? അതല്ലാന്ന് പറഞ്ഞ് അപ്പുറം ഇരിക്കുന്നൊരു മന്ത്രിയെ പിടിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ന്യായമല്ല, മര്യാദയല്ല, മാന്യമല്ല. സാധ്യത വളരെ കൂടുതലാണ്. സമയം കഴിയുന്തോറും സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാലേ വിഷയമാകുന്നത്. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എഴുതി തള്ളാവുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ ഇടതുപക്ഷം. എല്ലാവരും വിചാരിക്കണം ഇപ്പോൾ ഇടതുപക്ഷത്തിന് എഴുതി തള്ളിക്കളയുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന് തള്ളിക്കളയാവുന്ന ഒരവസ്ഥയല്ല.
ലീഗിൽ തന്നെ നല്ലൊരു വിഭാഗം പിണറായിയോട് കൂടി ഉണ്ടാകും. ലീഗിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങളിൽ. ലീഗിലുണ്ടാകില്ല. ലീഗ് അവരുടെ വഴിക്ക് പോട്ടെ. ലീഗിലല്ലല്ലോ ഈ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം ലീഗിൻ്റെ കൂടെ അല്ല. ലീഗിലല്ലാത്ത കാന്തപുരം ഉൾപ്പെടെയുള്ള പലരും തന്നെ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അതുകൊണ്ട് യഥാർത്ഥമായി രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്ത് സ്നേഹവും മാന്യവും മര്യാദയും പുലർത്തണമെന്ന് കാണുന്ന നല്ല യഥാർത്ഥ മുസ്ലിങ്ങളുണ്ട്. അവരെല്ലാം ഇന്ന് പിണറായിയുടെ കൂടെയുണ്ട്. ലീഗ് ഒന്നിച്ചിരിക്കുന്നുണ്ട്. ലീഗ് അവരുടെ വഴിക്ക് പോകും. അതുകൊണ്ട് ലീഗിൻ്റെ അഭിപ്രായങ്ങളും അവരാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ കുത്തക അവകാശികളെന്നും അവർ പറയുന്നിടത്താണ് എല്ലാ മുസ്ലിങ്ങളും വോട്ട് ചെയ്യുന്നതെന്നും ആരും ധരിക്കുന്നത് ശരിയല്ല. അതൊക്കെ കാത്തിരുന്ന് കാണണം. വി.ഡി. സതീശൻ്റെ മുഖം കണ്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. ആ മുഖത്തിൻ്റെ പുറകിൽ യഥാർത്ഥ നയിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന മുഖമുണ്ട്. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവെന്ന മുഖവും വാൾപോസ്റ്റും നല്ല ചിരിക്കുന്ന ചിരിയോടുകൂടിയുള്ള വലിയ തലകം കാണിച്ചുകൊണ്ട് ആ വിജയിക്കണമെന്നില്ല. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവെന്നല്ല അദ്ദേഹത്തെ നിലനിർത്തിയെങ്കിൽ ഇതിൽ നിന്ന് പുറകിൽ നിന്ന് നയിക്കുന്ന ശക്തികളുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമായും വേണുഗോപാൽ വളരെ ശക്തമായി വേണുഗോപാലിൻ്റെ ഇടപെടലുകളും സഹായങ്ങളും സാമ്പത്തിക സഹായം തന്നെ ഞാൻ തുറന്നു പറയുകയാണ്. അതായത് നല്ലപോലെ ഇവിടെ ഒഴുക്കുന്നതുകൊണ്ടാണ് ഈ കാണുന്ന ഓഡിയൻസ് വരും. അല്ലെങ്കിൽ ഇതൊക്കെ ഓഡിയൻസ് പുറകെ പോയിട്ടൊരു വടി പോലും ഇവിടെ പൊങ്ങത്തില്ലായിരുന്നു. അത് ഈ കൊച്ചിയുടെ എല്ലാം ഇപ്പോൾ കേരളം മുഴുവൻ കാണുന്നുണ്ട്. ഇതെല്ലാം പോകുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ വളരെ പ്രവർത്തന പാരമ്പര്യവും അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ അവർ പ്രായോഗിക ബുദ്ധിയുള്ള രണ്ട് മുഖങ്ങൾ അതിൻ്റെ പുറകിൽ ശക്തമായി നിൽപ്പ് ഉണ്ട് എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാം. ഇത് ഇദ്ദേഹത്തിന് തറപറ പറയാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആ സർക്കാർ തന്നെ ഒരു മദ്യം പുറത്തിറക്കാൻ തീരുമാനിച്ചു. ആദ്യം അതിന്റെ പേര് മലബാർ മിസ്ത്രിയുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കളിയാക്കലോ വരുന്നത്, അതും കൂടെ മലബാറിന് കൊടുത്തു എന്ന് അങ്ങ് പറയുമെന്ന്. അല്ല, എനിക്കല്ല, ഒന്നുമല്ല. ഈ മലബാർ എന്ത് ഈ പേര് ഇഷ്ടമല്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്നുള്ളത് പോലെ ഈ കേരളത്തിന് ഗവൺമെൻറ് സ്വന്തമായ ഒരു ഡിക്ഷണറി ഉണ്ടാക്കി കുറേ പേർക്ക് ജോലിയും. മക്ഡോണിൽ നിന്ന് പോയില്ലേ അവിടെ നിന്ന് എന്തുമാത്രം ഉണ്ടാക്കുന്നത്? പ്രൈവറ്റ് അല്ലായിരുന്നു. ഇന്നിപ്പോൾ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഗവൺമെൻറ് കൊടുക്കുന്നു. അത് ഗവൺമെൻറ് കുറേ പേർക്ക് ജോലി കൊടുക്കുന്നെങ്കിൽ നല്ലതല്ലേ? അതിനു പകരം ഒരു മലബാർ എന്ന പേരിൻ്റെ പേരിൽ വിവാദങ്ങൾ കാണാറുണ്ട്. പിന്നെ വിവാദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവാദം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. നന്ദി, നമസ്കാരം.